ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പോൾ നിങ്ങളവിടെ തമിഴിലും കാര്യങ്ങളും കണ്ട പോലെ തന്നെ നമ്മുടെ ആമസോൺ പേ ICICI കാർഡും ഇപ്പോൾ ഡീവാലുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലാ കാർഡുകളും ഡീവാലുവേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ പേര് ഈ കാർഡുകൾ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് തന്നെ ഈ റൺ പേയ്മെന്റ്, അതുപോലെ തന്നെ ഈ കാർഡ് ടു ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ഒക്കെ കുറേ ഉടായ്പ് കാണിച്ചിട്ട് കുറേ ആൾക്കാർ ഇതുപോലെ നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് മെയിൻലി ഇതുപോലെ ഇത്ര അധികം ഡീവാലുവേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ബാങ്കിനായിട്ട് ഭയങ്കര നഷ്ടമാണ്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇത്രയും കാലം നമുക്ക് ഇപ്പോൾ ഈ റൺ പേയ്മെന്റ് സംഭവത്തിനൊക്കെ എന്താ പറയാ, നമുക്ക് റിവാർഡ് പോയിന്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ആമസോൺ പേ ICICI കാർഡും. അതിന് നമുക്ക് ആക്ച്വലി റൺ പേയ്മെന്റ് സമയത്തിനൊക്കെ നമുക്ക് 1% ക്യാഷ് ബാക്ക് ഒക്കെ നമുക്ക് ആമസോൺ പേ ബാലൻസ് ലാസ്റ്റ് കിട്ടാറുണ്ട്. പക്ഷെ ഇപ്പോൾ വന്നേക്കുന്ന മെയിൻ ചേഞ്ചസ് അത് തന്നെയാണ്, ഡീവാലുവേഷൻ വന്നേക്കുന്നത് തന്നെയാണ്. ഇനി തൊട്ട് നമുക്ക് ആമസോൺ പേ ബാലൻസിൽ, അതായത് ഇനി ആമസോൺ പേ ICICI കാർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി റൺ പേയ്മെന്റ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒറ്റ റിവാർഡ് പോയിന്റ് ഒന്നും കിട്ടില്ല കേട്ടാ. അപ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, റൺ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാർഡിന്റെ ഭാഗം ഒരു 1% സർവീസ് ചാർജ് എടുക്കും. അത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന അവരുടെയും ഒരു സർവീസ് ചാർജ് എടുക്കാറുണ്ട്. അപ്പോൾ ശരിക്കും ആക്ച്വലി ഇപ്പോൾ ഇത്രയും കാലം ആമസോൺ പേ ICICI വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ക്യാഷ് ബാക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംഭവമായിരുന്നു നമുക്ക് ആമസോൺ പേ ICICI ഉപയോഗിച്ചിട്ട് റൺ പേയ്മെന്റ് ചെയ്യുന്നത്. പക്ഷേ ഇനിയിപ്പോൾ നോർമൽ കാർഡ് പോലെ തന്നെ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി മെയിൻ പ്രോബ്ലം ഇത് ആൾക്കാർ ഈ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇത് ശരിക്കും ബാങ്കിനെ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഈ പരിപാടിയൊക്കെ നിർത്തി. അതാണ് ഇപ്പോൾ ഇത്ര അധികം കാർഡുകൾക്ക് ഡീവാലുവേഷൻ വന്നത്. ഇപ്പൊ അത് റീസെന്റ് ഇതിനെ കുറിച്ചൊരു എന്താ പറയാ, ഒരു പ്രസ് മീറ്റ് സംഭവങ്ങളൊക്കെ ഈ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്ര അധികം എന്താ പറയാ ഈ മിസ്യൂസ് നടത്തുന്നത് കൊണ്ടാണ് ഇതുപോലെ ക്രെഡിറ്റ് കാർഡിന് ഇതുപോലെ ഡീവാലുവേഷൻ ഒക്കെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു സംഭവങ്ങളൊക്കെ ഓൾറെഡി ഒരു പ്രസ് മീറ്റ് സംഭവങ്ങളൊക്കെ അതുപോലെ വിട്ടിട്ടുണ്ട് ഇതുപോലെ. അപ്പൊ ഇതാണ് പ്രോബ്ലം. അത് ശരിക്കും ഇതുപോലത്തെ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇതുപോലെ പണി കിട്ടുന്നത്. പക്ഷെ ഒരു വേറെ പ്രോബ്ലം ഒന്നും ഇപ്പോൾ ആമസോൺ പേ ICICI കാർഡ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഡീവാലുവേഷൻ ഒന്നും വന്നിട്ടില്ല. ആകെ റൺ പേയ്മെന്റും മാത്രം വന്നിട്ടുള്ളതൊന്നും മാത്രമാണ് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത. എന്താ വെച്ചാൽ അതിന്റെ റിവാർഡ് പോയിന്റോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും, അല്ലെങ്കിൽ ക്യാഷ് ബാക്കോ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കും. നമുക്ക് ആമസോൺ പേ ICICI കാർഡിൽ നിങ്ങൾ പ്രൈം മെമ്പർ ആണെങ്കിൽ 5% ക്യാഷ് ബാക്ക്, നോൺ പ്രൈം മെമ്പർ ആണെങ്കിൽ 3% ക്യാഷ് ബാക്ക് ഉണ്ടല്ലോ. ആ സംഭവത്തിനൊന്നും ഒരു മാറ്റവും സംഭവമൊന്നും വന്നിട്ടില്ല. അപ്പൊ അതന്നെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇനിയും ഇതുപോലെ മിസ്യൂസ് കുറെ കഴിഞ്ഞതൊക്കെ കുറയും. അതിപ്പോ നിങ്ങൾക്ക് അറിയാം, കുറെ എത്ര കാർഡുകൾക്ക് അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക്കലി ഡീവാലുവേഷൻ വന്നേക്കും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്കും ആമസോൺ പേ ICICI കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രീ അപ്രൂവൽ കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ആമസോൺ പേയിൽ അല്ലെങ്കിൽ ആമസോണിന്റെ സൈറ്റിൽ ഈ സാധനം അപ്ലൈ ചെയ്യാൻ ലിങ്ക് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുറെ പേര് ചോദിക്കുന്നതാണ് ഇതിന്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് തരാനൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആക്ച്വലി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്, jmg.banksupport.in എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്സും അതുപോലെ തന്നെ ബാങ്ക് എന്താ പറയാ ലോൺസും അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഫോൺ നമ്പറും ബാങ്ക് കാർഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അതിൽ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് സുഖമായിട്ട് അതുപോലെ പിൻകോഡും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെ നിങ്ങൾ എലിജിബിൾ ആണെന്നൊക്കെ അതിൽ കാണിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഈസിയാണ് കുറച്ചുകൂടി. അപ്പൊ ഞാൻ വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമന്റും കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.